ഹായ്. അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് അവരാണ്. നമ്മുടെ TTR വിനോദിൻ്റെ മരണത്തിന് കാരണക്കാരനും ഈ അതിഥി തൊഴിലാളി തന്നെ അല്ലേ? ഇപ്പോൾ എറണാകുളം പാറ്റിന വണ്ടിക്ക് കയറി സാധാരണ നോർമൽ ആൾക്കാരെ വണ്ടിയിലുള്ളൂ, വലിയ തിരക്കും തിരക്കൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കവർ ചെയ്ത് വരുമ്പോൾ ഞാൻ S10 11ലേക്ക് കടക്കണേ. 11ലേക്ക് കടക്കുമ്പോഴാണ് ഈ S11ൻ്റെ വാതിക്കണ് TTയും ഈ പ്രതിയും കൂടി ജസ്റ്റ് ഒരു ടിക്കറ്റില്ല, അതിൻ്റെ ഒരു ചെറിയ വിഷയം സംസാരിക്കണം. അപ്പോൾ ഞാനത് കടന്ന് അങ്ങോട്ട് കവർ ചെയ്ത് പോയി അതിനപ്പുറത്ത് നിന്ന് ഒരു സാധനം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് ഇവൻ പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ട് സാധാരണ എല്ലാ TTമാരും ചെയ്യുന്ന കൺട്രോളിൽ വിവരം അറിയിക്കുക. സാറും അത് തന്നെ പോയിട്ട് ഫോൺ എടുത്തിട്ട് നേരെ ഡോറിൻ്റെ അവിടെ പോയി നിന്നിട്ട് വിളിക്കണമായിരുന്നു. ആ വിളിക്കുന്ന സമയത്ത് പയ്യെ ഈ പ്രതി കഴിച്ച് വന്നിട്ട് ബാക്ക് ഫ്രീ ആണ്. നമ്മൾ ഈ റൈറ്റ് സൈഡ് തിരിഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ അത്ര ഫ്രീ ആണ്. അവൻ ബാക്കിൽ വന്നിട്ട് കറക്റ്റ് നിന്നിട്ട് ആ കയ്യഴണമായി നിന്നിട്ട് ഒരൊറ്റ പുഷയിലാണ്. ആ പുഷയിൽ ആൾ പുറത്തേക്ക് പോയി. നമുക്ക് ആ സ്പീഡിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ ഏകദേശം ഹൈ ലെവൽ എൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 100-120 സ്പീഡിലാണ് പോയെന്ന് എൻ്റെ മനസ്സിൽ കണക്ക്. കാരണം ഞാൻ ആ ട്രെയിനിൽ ഒരു 10-20 കൊല്ലമായിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ പോകുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉടനെ ഓടി. അതിൽ 3 ഇന്ത്യക്കാരുണ്ടായിരുന്നു അവിടെ. ആ ഇന്ത്യക്കാരെ കൊണ്ട് ഇവനെ പിടിച്ചിരുത്തിയിട്ട് ഞാനും വേറെ ആളും കൂടി പോയിട്ട് നേരെ TTമാരെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അങ്ങനെ 2 TTമാർ വന്നിട്ട് പിന്നെ 2 പോലീസുകാരുണ്ടായിരുന്നു, അവരെയും വിളിച്ചുകൊണ്ട് വന്നു. പ്രതിനെ നമ്മൾ അവിടെ അണ്ടർസ്റ്റേ ചെയ്ത് പാലക്കാട് പോലീസിനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കൃത്യമായി ഇയാൾ തള്ളി വീഴ്ത്തുന്നത് കണ്ടു. കാരണം ഇയാൾ കയ്യെഴുവാൻ പോലത്തെ ലുക്കിലാണ് വന്നിരിക്കുന്നത്. കാരണം സംസാരം നടക്കുന്നുണ്ട്. കാരണം ആൾ നമ്മൾ അറിയുന്ന ആളാണ്, പുതിയൊരാളല്ല. TTനെ നമുക്ക് നന്നായിട്ട് അറിയാം. പുള്ളി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തർക്കിക്കുന്ന ആളല്ല. പുള്ളി ആരോട് ശോഭിക്കാറുമില്ല. എൻ്റെ അറിവിൽ ഞാൻ ലോക്ക്ഡൗണിന് ശേഷം മുതൽ സാറിനെ കാണുന്നതാണ്. ഈ ലൈനിൽ ഞാൻ കാണുന്നതാണ്. സ്ക്വാഡായിരുന്നു. ഇപ്പോൾ TT ആയിട്ട് ഞാൻ ആദ്യം കാണുന്നത്. ആദ്യം സ്ക്വാഡായിരുന്നു. ഒരാളെ ഉപദ്രവിക്കില്ല, ഒരാൾ വഴക്ക് പറയില്ല, ഒരാളെ ശല്യം ചെയ്യില്ല. അത്ര ഒരു നല്ല മനുഷ്യനായിരുന്നു. ഒരാളെ ഒന്നും പറയില്ല. ഇപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ ആൾ മാറിക്കയറാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. അതിനപ്പുറത്ത് അവർ ചെയ്യാന്ന് പറഞ്ഞാൽ RPFനോ അല്ലെങ്കിൽ കൺട്രോളിൽ ഇൻഫോം ചെയ്യാം. അത് അത്രേ സാറ് ചെയ്തോളൂ. ഇയാൾക്ക് അത്രയ്ക്ക് കായിക ശേഷി ഉള്ള, കാരണം ഇയാൾക്ക് കാല് വന്നിട്ട് അയാൾക്ക് ഒന്നിനും കാലിൻ്റെ ശേഷി കുറവാണ്. പക്ഷേ ശരീരം കൊണ്ട് ഒരു 2-3 ആളിൻ്റെ പവറുണ്ട്, നല്ല പവറുണ്ട്. കാരണം 4 പേര് കൂടിയിട്ടാണ് അവനെ, 4 പേരും പിന്നെ വന്ന പോലീസുകാർ കൂടി പിടിച്ചിട്ട് പോലും ഇരുത്താൻ പറ്റുന്നില്ല. 2 ആൾ വന്ന ആൾ പോലും പിടിച്ചിട്ട് അവനെ അടക്കാൻ പറ്റുന്നില്ല. അത്ര പവറാണ്. ഇയാൾ യാത്രക്കാരോട് എന്തെങ്കിലും മോശമായി പെരുമാറി? യാത്രക്കാരോട് ആരോടും മോശമായി പെരുമാറിയില്ല. യാത്രക്കാരവിടെ ഉണ്ടായില്ല. ഈ 2-3 ക്യാബിനിലുള്ള യാത്രക്കാരില്ല ശരിക്ക്. അവിടെ ഒരു 3 ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ. അത് യാത്രക്കാർ കുറവായിരുന്നു. സീറ്റ് നമ്പർ 72 എന്ന് പറയുമ്പോൾ ഡോറിൻ്റെ തൊട്ട് സൈഡ് ചേർന്ന സീറ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ പിടിക്കുക ഒരു ഫ്ലൈവുഡിൻ്റെ പീസ് മാത്രമേ ഉള്ളൂ. പുള്ളി ടാബുണ്ട്, ഇപ്പോൾ ടാബാണല്ലോ, ആ ടാബ് പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ടാണ് ഈ ഫോൺ ചെയ്യുന്നത്. പക്ഷേ ഇവൻ ഇത് ചെയ്യുമെന്നോ ഇങ്ങനെ ആക്കുമെന്നോ, ആ വിളിയെന്ന് പറയുമ്പോൾ നമ്മളാ ജസ്റ്റ് ആ വിളി കാണുന്നത് മുകളിൽ നിന്നുള്ളൊരു വിളിയാണ്. അതിൽ ഒരു ഞൊടിയുടെ കൊണ്ട് എല്ലാം കഴിഞ്ഞു, കൊണ്ട് കഴിയുകയാണ്. അതി സ്പീഡിൽ തള്ളി പുറത്തേക്ക് വിടുകയാണ്. എന്നിട്ട് കൂളായിട്ട് പോയിട്ട് സീറ്റിലിരിക്കുന്നതാണ്. നമ്മളപ്പോഴേക്കും അവിടെ നിന്ന് വന്ന് ആ കോച്ചിൽ തന്നെ ആ അണ്ടറിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ ഇവനെ പിന്നെ പിടിക്കുന്നതും TTയുടെ അടുത്ത് പോകുന്നതും. നമുക്ക് അതേ പറ്റുള്ളൂ. വണ്ടി സ്റ്റോപ്പ് ചെയ്യാനോ അതിനൊന്നും നമുക്ക് പറ്റില്ല. അതായത് ഇങ്ങനെ ഒരാളെ തള്ളിയിട്ടിട്ട് പോലും ഒരു ഭാവഭേദം ഉണ്ടായിരുന്നില്ല. ഭാവഭേദമില്ല. അതിനെക്കാട്ടി ഈ കാണിക്കാൻ പോയ ആൾക്കാരാണ് തല്ലാൻ വരുന്നത്. അപ്പോൾ അവൻ നമ്മൾ പറഞ്ഞ ഈ 3 ഇന്ത്യക്കാരും കൂടി അതിലുണ്ട്. ആ സീറ്റിലുള്ള ആൾക്കാരുണ്ട്. അവരെ കൂടി തല്ലാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര വയലൻറ്റാണ്, അത്ര മദ്യപിച്ച് നല്ല ഒരു ക്രിമിനലാണ്. എൻ്റെ കണക്ക് പറഞ്ഞാൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. എത്ര വെള്ളം അടിച്ചാലും സമാധാനിക്കും. ഇതൊരു മുട്ടൻ ക്രിമിനലാണ്. ഒരുപക്ഷെ ഒരു ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പേരിൽ TTയെ തള്ളി വീഴ്ത്തുന്നത് നേരിട്ട് കണ്ട് അതിൻ്റെ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറാത്ത ഒരാളാണ് എനിക്കൊപ്പം കൂടെ ഉള്ളത്. അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വേദനയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പാലക്കാട് നിന്ന് BL അരുൺ, മനോരമ ന്യൂസ്. നഷ്ടപ്പെട്ടത് ഒരു ജീവൻ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ ആശ്രയം കൂടെയാണ്. ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വിനോദ് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മരണമായിപ്പോയി. ട്രെയിനിൽ തക്കതായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ, പോലീസ് ഉദ്യോഗസ്ഥരും ഇല്ലാതെ, ആരുമില്ലാത്തൊരു കമ്പാർട്ട്മെൻറ്റാണ്. യാത്രക്കാർ വളരെ കുറവാണ്. പാറ്റ്ന വണ്ടിയാണത്. ഒട്ടും യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം യാതൊരു സംരക്ഷണം അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ ദുഃഖകരമായ വാർത്ത തന്നെയായിരുന്നു അത്. ഇനി ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനും യാത്രക്കാർക്കാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. സഹ യാത്രികൻ തന്നെ പറയുന്നത് കേട്ടു നോക്കാം. कोई टिकट नहीं था। टीटी वाला ने उसका स्टाफ को फोन किया कि बालाघाट में आदमी लोग आओ, एक आदमी इधर दारू पी के बहुत लफड़ा कर रहे हैं,
उसका बात थोड़ा समझ में आया। हाँ, वो पुलिस वाले को फोन किया, मेरे को बालाघाट से उतरेगा, ऐसा ऐसा वो उसका दिमाग में आया। फिर टीटी वाला थोड़ा गेट का पास गया और वो हैंडी का बल आदमी जाके पैर से लात मार के नीचे गिरा दिया। വളരെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് അല്ലേ? ഒരിക്കലും ഒരാൾക്കും ഇനി ഈ ഗതി വരാൻ പാടില്ല. ട്രെയിനിൽ നിന്നല്ല, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്കും ഇത് സംഭവിക്കരുത്. അതിഥി തൊഴിലാളികളെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ തലയിൽ കയറ്റി വെക്കുമ്പോഴും ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം. ഇതുപോലെ എത്ര ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ളത്. ഇനി ഒരാൾക്ക് ഇതുപോലെ സംഭവിക്കാൻ പാടില്ല. അതിന് നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റുള്ളൂ. പോലീസും ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം. ഒരാൾക്കും ഇതിൻ്റെ ആപത്ത് വരാൻ പാടില്ല. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ബൈ.